ഷുഗർ, പ്രമേഹം, ഡയബറ്റീസ്. എന്താണ് പ്രമേഹം? നമുക്ക് നോക്കാം. ഇൻസുലിൻ്റെ പ്രവർത്തന വൈകല്യമോ ഉൽപാദനക്കുറവോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിൽ നിന്ന് വർദ്ധിക്കുന്നതാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകൾ. 1. ഡയബറ്റിക് നെഫ്രോപ്പതി. കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാകുന്നു. 2. ഡയബറ്റിക് റെറ്റിനോപ്പതി. നേത്രപടലം അഥവാ കണ്ണിൻ്റെ അന്ധത മൂലം കാഴ്ച മുങ്ങിപ്പോകുന്നു. 3. ഡയബറ്റിക് ന്യൂറോപ്പതി. നാഡീവ്യൂഹത്തെ ബാധിച്ചു ആന്തരിക അവയവങ്ങളെയും കൈകാലുകളെയും നിർജീവം ആക്കുന്നു. ചിട്ടയായ വ്യായാമം. ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസം. മുതിർന്നവർക്ക് കുറഞ്ഞത് അരമണിക്കൂർ, കുട്ടികൾക്ക് കുറഞ്ഞത് 1 മണിക്കൂർ. ഇനി പ്രമേഹം പ്രതിരോധം നിയന്ത്രണം അതാണ് പറയുന്നത്. അന്നജം, കൊഴുപ്പ്, പഞ്ചസാര എന്നിവ കുറഞ്ഞതും പഴം, പച്ചക്കറി കൂടുതൽ അടങ്ങിയതുമായ ആഹാരം ശീലമാക്കുക. പേരക്ക, തണ്ണിമത്തൻ, പപ്പായ, മുസമ്പി, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. അപ്പോൾ ഇതിൽ എന്താണ് പ്രമേഹമെന്നും പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതയും അതുപോലെ വ്യായാമചിട്ടയും പ്രമേഹം പ്രതിരോധ നിയന്ത്രണവും എല്ലാം നമുക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ മരണത്തോടു കൂടിയല്ലാതെ ഷുഗർ ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല. പിന്നെ നമ്മൾ അതിനെ നോർമലാക്കി കൊണ്ടുവരാനാണ് മെഡിസിൻ കഴിക്കുന്നത്. ആ മെഡിസിൻ കഴിക്കുന്നതോടുകൂടി നമുക്ക് സൈഡ് എഫക്റ്റായി വരുന്നത് തലവേദന, അതുപോലെ ക്ഷീണം. എന്നാൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു നിങ്ങളുടെ ഷുഗർ നോർമലാക്കി കൊണ്ടുവരാനും അതുപോലെ ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു സമീകൃത ആഹാരമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഐ കോഫി ഒരു സപ്ലിമെൻ്ററി സമീകൃത ആഹാരമാണ്. ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ്. ഷുഗർ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, നോർമലാവുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്ന് കഴിക്കുന്ന ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് വളരെ വലുതാണ്. ഒരു 5 വർഷം തികയുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുകളിൽ കാണിക്കുന്നു. നിങ്ങൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണോ? എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ കാര്യങ്ങൾ. സന്തോഷത്തോടെയാണോ നിങ്ങൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത്? ജീവിതത്തിൽ എന്നെങ്കിലും ഷുഗറിന് മരുന്ന് കഴിച്ച് ഷുഗർ മാറിയ വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? മാറിയില്ലെങ്കിലും ഗുളിക കഴിച്ചു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായി കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് 10-20 വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്ക് കിഡ്നി നഷ്ടപ്പെടുന്നു, കാലിൽ മുറിവ് വരുന്നു, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു? എപ്പോഴെങ്കിലും ഈ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അവർ കഴിച്ച അതേ മരുന്നുകളാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ കഴിച്ച അതേ മരുന്നുകളാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇന്ന് എത്തി നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മളും എത്തുന്നുണ്ടാവാം. മരുന്നുകൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ മാത്രമേ കുറക്കുന്നുള്ളൂ. പക്ഷേ ആളുകൾ മരണപ്പെടുന്നത് ഗ്ലൂക്കോസ് കൂടിയത് കൊണ്ടല്ല, മറിച്ച് കൂടിയ കാലം ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉണ്ടായതുകൊണ്ട് ആ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മറ്റു സൈഡ് എഫക്റ്റുകൾ കൊണ്ടാണ്. ഒരുപാട് കാലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന സമയത്ത് രക്തം ഏതൊക്കെ അവയവങ്ങളിൽ കൂടി ഇറങ്ങിച്ചെല്ലുന്നുവോ ആ അവയവങ്ങളിലൊക്കെയും ചെറിയ ചെറിയ ഡാമേജുകൾ അത് ഉണ്ടാക്കി എടുക്കും. ഈ ഡാമേജ് ആണ് ഹാർട്ട് അറ്റാക്കിലേക്ക്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന്, ഉദ്ധാരണക്കുറവിലേക്കും മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥയിലേക്കും നയിക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും കുറക്കുന്നതിൻ്റെ കൂടെ തന്നെ ശരീരത്തിലേക്ക് കൃത്യമായ രക്ത ഓട്ടം കൂട്ടിക്കൊണ്ട് എല്ലാ ഡാമേജുകളും ശരിയാക്കിയെടുക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേര് ഐ കോഫി എന്നാണ്. നായ്ക്കുരണ പരിപ്പിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നാഡീനരമ്പുകൾ ഉത്തേജനം കൊടുക്കുന്നു.
ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായി കൊണ്ട് രക്തയോട്ടം കൂട്ടുന്നു. ഇതുവഴി കണ്ണിൻ്റെ കാഴ്ച കൂടുന്നതിലേക്കും ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കുവാനും സഹായിക്കുന്നു. ഈ കോഫിയിൽ അടങ്ങിയിട്ടുള്ള ആയുർവേദ സസ്യം ഏകനായകം ശരീരത്തിൽ ഷുഗർ ഇല്ലാത്ത ഒരു വ്യക്തിയിലെ ഇൻസുലിൻ ഉൽപ്പാദനം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു നല്ല സമീകൃത ആഹാരമാണ് ഐ കോഫി. ഇന്നു തന്നെ വാങ്ങിച്ചു കഴിക്കൂ. ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടാക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് 62 82 85 62 25 ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഐ കോഫി. ഈ ഐ കോഫിയുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കമൻറ്റ് ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഐ കോഫി ഷുഗറുമായി ബന്ധപ്പെട്ടുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.